ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ ബി ജെ പി ഈ കരക്കിരുന്ന് കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു രീതിയിലാണല്ലോ നിൽക്കുന്നത്. അതായത് നിങ്ങൾക്ക് സമ്പൂർണമായ സൈലൻസ് ആണ്. നിങ്ങൾ ഇടപെട്ട് നിങ്ങൾ ക്ലാരിറ്റി വരുത്താൻ ഒരു ശ്രമവും നടത്തുന്നില്ല. കണ്ടാൽ ഇങ്ങനെ RSS നേതാവിനെ ഒരു ഉയർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടാൽ എന്താ എന്നൊക്കെയുള്ള വളരെ ലളിതമായ ന്യായീകരണങ്ങൾ നൽകുകയാണ് BJP സംസ്ഥാന നേതൃത്വം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അത് തുറന്ന് സമ്മതിക്കാനോ അതിനെക്കുറിച്ച് പറയാനോ ഒന്നും നിങ്ങൾ തയ്യാറായില്ല. ഇപ്പോൾ യുവജന സംഘടന രംഗത്ത് സമരരംഗത്തുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഈ പ്രശ്നം ഇപ്പോൾ കേരളത്തിൽ ഭരണ പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലെ പ്രധാനപ്പെട്ട ആയുധമായി ഇത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഡീൽ ഉണ്ടാക്കാൻ വേണ്ടി BJPയുമായി ശ്രമിച്ചു. ആ ശ്രമം ഫലം കണ്ടതാണ് തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾക്കൊരു MP കിട്ടാനുള്ള കാരണമെന്ന് നിങ്ങളെ കൂടി കുഴപ്പത്തിലാക്കുന്ന ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടും വ്യക്തത വരുത്താൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. അവിടെയാണ് പ്രതിപക്ഷ നേതാവിന് വീണ്ടും ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നത്. അദ്ദേഹം പറയുന്നത് റാം മാധവിനെ ADGP കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളെ കുറിച്ച് കൂടി ഇനി ഞാൻ പറയാൻ പോവുകയാണ്. അതുകൂടി വന്നാൽ കാര്യങ്ങൾ സമ്പൂർണ്ണമായി എല്ലാം ആളുകൾക്ക് വ്യക്തമാകുമെന്ന്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നിശബ്ദത, നിങ്ങളൊരു മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഒരു വ്യക്തത വരുത്താൻ BJP തയ്യാറാകുന്നില്ല? ശ്രീ ഗോപികൃഷ്ണൻ, ഇതിനകത്ത് ഞങ്ങൾ എവിടെയാണ് നിശബ്ദത പാലിച്ചിരിക്കുന്നത്? ഇന്ന് ശ്രീ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ്റെ പത്രക്കുറിപ്പുണ്ട്, ഇന്നലെ സംസ്ഥാന അധ്യക്ഷൻ്റെ പത്രക്കുറിപ്പുണ്ട്. BJP വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ BJPയുടെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം വളരെയധികം പൊതുജന മധ്യത്തിൽ നിങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു വളരെ ലളിതമായി ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലളിതമായിട്ടല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്നത് ഭാരതീയർ ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന, നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റിനെ കാണുന്നുണ്ട്. അത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതി ഭവനിലേക്ക് സർസംഘചാലക് പോയിട്ടുണ്ട്. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയായിരുന്ന, കോൺഗ്രസ് നിയമിച്ച രാഷ്ട്രപതിയായിരുന്ന ശ്രീ പ്രണബ് കുമാർ മുഖർജി RSSന്റെ നാഗ്പൂർ കാര്യാലയത്തിൽ വന്നിട്ടുണ്ട്. RSSന്റെ സ്ഥാപകന്റെ സ്മാരകത്തിന്റെ മുൻപിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്താ ഇവിടെ രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടന വല്ലതുമാണോ? ഞങ്ങളുടെ നേതാക്കൾ വരുന്ന സമയത്ത് ഏതാത് സംസ്ഥാനങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ആൾക്കാരെയും ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരെയും ഒരുപോലെ തന്നെ സന്ദർശിക്കാറുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാറുണ്ട്. അവരുമായിട്ട് കാര്യങ്ങളിൽ സംവദിക്കാറുമുണ്ട്. അത് കാലാകാലങ്ങളിൽ തുടർന്നു വരുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ ഈ തൃശ്ശൂരിലെ വിജയം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. എനിക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങളിത് എന്താണ് ഇപ്പോൾ ഈ 6/9/2024 ഇപ്പം നിങ്ങൾ പറയുന്നത് തൃശ്ശൂർ പൂരം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നേതാക്കളും കേരളത്തിൻ്റെ ADGPയും തമ്മിൽ ചർച്ച നടത്തി എന്നുള്ളതാണല്ലോ. അപ്പം തൃശ്ശൂരിൽ പൂരം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും സംശയമില്ല, ഞങ്ങൾക്കും സംശയമില്ല. ഇനി നമുക്ക് ആ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് വരാം. അപ്പോഴാണ് ശ്രീ VD സതീശൻ ഇന്ന് മലക്കം പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകുക. മെറിറ്റിലേക്ക് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ പൂരം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കുന്ന ആർക്കാണ്? ആ തൃശ്ശൂർ പൂരത്തിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആകുന്ന സംഘാടകർക്കാണ്. അത് പാറമേക്കാവും തിരുവമ്പാടിയുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെയും ബോധ്യം അത് തന്നെയാണെന്നാണ്. ഈ പാറമേക്കാവും തിരുവമ്പാടിയും 6/9/2024 നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു പത്രക്കുറിപ്പുണ്ട്. ആ പത്രക്കുറിപ്പിലെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിക്കണം. ഞാൻ വായിക്കാം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൂരത്തോടനുബന്ധിച്ച സാമ്പിൾ വെടിക്കെട്ട് മുതൽ പൂര ദിവസം വരെ തീർത്തും അനാവശ്യമായ പോലീസ് ഇടപെടലുകളും നിയന്ത്രണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, കഴിഞ്ഞ വർഷമെന്നോ അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷമെന്നോ അല്ല പറയുന്നത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പാറമേക്കാവിനും തിരുവമ്പാടിക്കും പൂരം നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലൊരു വിഷയം കഴിഞ്ഞ വർഷത്തിലുണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിനെ നമുക്ക് ചർച്ച ചെയ്യാമോ? എന്നിട്ട് പറയാമോ അത് RSS ഉണ്ടാക്കിയ വിഷയമാണോ എന്ന്? തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രദർശനം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം ഉള്ളത്. അവിടെ നടത്തുന്ന പ്രദർശനിയാണ് ഈ രണ്ട് ദേവസ്വങ്ങളുടെയും, ഏതിൻ്റെ, തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും പ്രധാന വരുമാനം എന്ന് പറയുന്നത്. ആ പൂര മൈതാനത്തിനകത്ത് എങ്ങും ഇല്ലാത്ത തലത്തിലുള്ള വർധന വാടകയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അവർക്ക് പ്രദർശനം നടത്തുവാനോ അതിൽ നിന്ന് അവർക്ക് വരുമാനം ലഭിക്കുവാനോ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരിത് തിരുത്തണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട്. ഇത് RSS ഉണ്ടാക്കിയ പ്രശ്നമാണോ? പിന്നെ അവിടുത്തെ തൃശ്ശൂരിൽ ഒരു MLA ഉണ്ടല്ലോ, തൃശ്ശൂരിലെ MLA, വടക്കുന്നാഥ ക്ഷേത്രം നിലനിൽക്കുന്ന ആ സ്ഥലത്തുള്ള MLA ശ്രീരാമനെ കുറിച്ചിട്ടും
കുറിച്ചിട്ടും സീതയെ കുറിച്ചിട്ടും ലക്ഷ്മണനെ കുറിച്ചിട്ടും അത്രയും നിശിതമായിട്ട് നമുക്ക് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അടുത്ത ദിവസം അദ്ദേഹത്തിന് മാപ്പ് പറഞ്ഞിട്ട് ആ തൃശ്ശൂർ റൗണ്ട് വഴി തെക്ക് വടക്ക് ഓടേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഹൈന്ദവ വികാരം വ്രണപ്പെടുത്താനായിരുന്നോ അല്ലായിരുന്നോ? ഇതെന്താ RSSനെ സഹായിക്കാനായിരുന്നോ അതോ BJPയെ സഹായിക്കാനായിരുന്നോ? നിങ്ങൾ പറയേണ്ടതാണ്. പിന്നെ ശ്രീ VD സതീശൻ പറയുന്ന ഒരു കാര്യത്തിന് അദ്ദേഹത്തോട് വളരെ സ്ട്രൈറ്റ് ആയിട്ട് എനിക്ക് മറുപടി പറയാനുണ്ട്. താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും സംഘപരിവാറിന്റെ വേദികളിൽ പല അവസരങ്ങളിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതൊന്നും രാഷ്ട്രീയമായി എടുത്ത് ഉപയോഗിക്കാനോ താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുവാനോ ഞങ്ങൾ വരുന്നില്ല. ഞങ്ങളുമായി സഹകരിക്കുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ വന്നതിന്റെ പേരിൽ താങ്കളെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ള ആഗ്രഹവും ഞങ്ങൾക്കില്ല. നിങ്ങളിപ്പോ പറയുന്നുണ്ടല്ലോ K മുരളീധരൻ അവിടെ തോറ്റുപോയത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണെന്ന്. അല്ല യുവരാജ് ഗോകുൽ, ഒരു ഒറ്റ കാര്യം, അതായത് ഈ RSS കൂടിക്കാഴ്ചയുടെ കാര്യങ്ങൾ, വിവരങ്ങൾ നിങ്ങൾക്ക് തുറന്നു പറയുന്നതിൽ എന്താണ് തടസ്സം? ഞാൻ ഈ ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞോട്ടെ. ശ്രീ K മുരളീധരൻ തിരുവനന്തപുരം ജില്ലയില് പൊതുജനങ്ങൾ കാണുകെ ബാലഗോകുലത്തിന്റെ പരിപാടിയിൽ വന്ന് സഹകരിക്കുകയും അത് ഉദ്ഘാടനം ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ADGP മാത്രമല്ലെന്നേ, DGP മാത്രമല്ലെന്നേ, ഇവിടുത്തെ കളക്ടർമാർ മാത്രമല്ലെന്നേ, ഇവിടെ ഏറ്റവും താഴെത്തട്ട് മുതൽ അങ്ങ് പ്രസിഡന്റ് ഹൗസിൽ ഇരിക്കുന്ന ആൾക്കാർ വരെ നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പതിവായുള്ളൊരു കാര്യവും നിസ്സാരമായുള്ളൊരു കാര്യവുമാണ്. ഇതെന്തിനാണ് ഞങ്ങൾ പെരുമ്പറവട്ടി നാട് നീളെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്? നാളെ നിങ്ങൾ മറ്റൊരു പേര് കൊണ്ടുവരും, അയാൾ ഞങ്ങളെ സന്ദർശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവുന്നേ. അതിനെന്താ ഇത്ര പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നത്? അതിനകത്ത് ഭരണഘടനാപരമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമുള്ള ആൾക്കാർ, അത് VD സതീശനായാലും ശരി, ഏത് സതീശനായാലും ശരി, കോടതിയിൽ പോവുക. ശരി യുവരാജ് വരാം. ശരി യുവരാജ്, എല്ലാ പോയിന്റും പറഞ്ഞല്ലോ, ഇനി വരാം. ശരി, മാത്രമല്ല താങ്കൾ കേന്ദ്രീകരിച്ചത് ഈ തൃശ്ശൂർ പൂരത്തിലേക്കാണ്. നമുക്ക് അതിലേക്ക് വഴിയേ വരാം യുവരാജ് ഗോകുൽ.